ദിവസം നമുക്ക് ശത്രുക്കളെ പേടിക്കണ്ടല്ലോ. ഒപ്പം നമുക്ക് ആലോചിക്കാൻ സാവകാശവും കിട്ടും. ചേച്ചി, ഞാൻ പറഞ്ഞ നല്ല ഐഡിയ അല്ലേ? ഒരു കണക്കിന് നീ പറഞ്ഞത് ശരിയാ. 3-4 ദിവസം മാറി നിൽക്കുന്നത് നല്ലത് തന്നെയാ. കുട്ടനോടൊപ്പം യാത്ര പോകുന്നത് സന്തോഷാ. പക്ഷെ നമ്മൾ 4 പേരും മാത്രം പോയാൽ ശരിയാവില്ല. അഞ്ജിതയും അഭിഷേകിനെയും കൂടി നമുക്കൊപ്പം കൊണ്ടുപോകണം. അവരോട് വരട്ടെ ഗോപു. ഓ, അഞ്ജിത വന്ന ഈ ഹണിമൂൺ ട്രിപ്പിന്റെ എല്ലാ സുഖവും നഷ്ടപ്പെടും. ചേച്ചിക്ക് അറിയാലോ, ഇവിടെ നടക്കുന്ന എല്ലാ പ്രശ്നത്തിന്റെ ആണിക്കല്ല് അവളാ അഞ്ജിത. അങ്ങനെയുള്ള അവളെ തന്നെ നമ്മൾ കൂടെ കൊണ്ടുപോകണോ? അതൊന്നും കാര്യാക്കണ്ട. നമ്മൾ ട്രിപ്പിന് പോകുമ്പോ അവരെ ഒഴിവാക്കുന്നത് മര്യാദയല്ല, മോശാണ്. അവരെന്ത് കരുതും? എന്ത് തന്നെ ആയാലും അഞ്ജിത നമ്മുടെ സഹോദരിയല്ലേ ഗോപു? അത് നമ്മൾ മറക്കാൻ പാടുണ്ടോ? അവളുടെ അവിവേകത്തിന് അവൾ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട്. അത് നമ്മൾ ഗവനിക്കാതിരുന്നാ മതി. ഏതായാലും ട്രിപ്പ് പോകുമ്പോ അവരെയും കൂടി കൂട്ടണം. കൂട്ടിയേ പറ്റൂ. ചേച്ചി മാത്രമാണ് അവളെ സഹോദരിയായിട്ട് കാണുന്നത്. ഞാൻ അവളെ ശത്രുവായിട്ടാ കാണുന്നത്. ഗോപു, ഞാൻ പറയുന്നത് നീ അനുസരിക്കുമെങ്കിൽ മാത്രമേ ഞാൻ ഈ ടൂറിന് വരുന്നുള്ളൂ. എന്തായാലും അഭിഷേകിനെയും അഞ്ജിതയും ഞാൻ ടൂറിന് വിളിക്കും. അവർ വരട്ടെ. അവരോടെ ഉള്ളപ്പോ നല്ല രസമായിരിക്കും. ചേച്ചി, ഞാൻ അല്പം മനസമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടിയാ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. അത് നശിക്കാൻ പാടില്ല. അഭിയെയും അഞ്ജിതയും ചേച്ചി വിളിച്ചോ, പക്ഷേ അഞ്ജിതയെ ചേച്ചി കൺട്രോൾ ചെയ്യണം. ആ ഉത്തരവാദിത്തം ചേച്ചി ഏറ്റെടുക്കണം. അത് ഞാൻ ഏറ്റെടുത്തോളാം. അതുപോലെ മതി. ബന്ധമൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പൊ എന്താ വിഷയം? ആ കല്യാണത്തിന് മറക്കാതെ നമുക്ക് രണ്ടുപേർക്കും പോണം. അതിനെന്താ പോവാലോ? അങ്ങനെ വെറും കൈയും വീശി പോകാനൊന്നും പറ്റില്ല. കുറച്ച് പണച്ചെലവൊക്കെ ഉണ്ട്. പണച്ചെലവോ? അതെ, ഒരു 10-15,000 രൂപ വേണം. 15,000 രൂപയോ? അതെന്താടി? നമ്മുടെ കല്യാണത്തിന് മാമൻ 10,000 രൂപയാ സംഭാവനയായിട്ട് തന്നത്. അപ്പോ ആ തുകയെങ്കിലും തിരികെ നമ്മളെ സംഭാവനയായിട്ട് സുമയ്ക്ക് കൊടുക്കണ്ടേ? അത് കൊള്ളാലോ. എടി, നിന്റെ മാമൻ 10,000 രൂപ തന്നത് നിനക്കല്ലേ, എനിക്കല്ലല്ലോ. ദേ അനീഷേട്ടാ, എന്നെ കൊണ്ട് വെറുതെ ഓരോന്ന് പറയിപ്പിക്കല്ലേ കേട്ടോ. സുമയ്ക്ക് 10,000 സംഭാവന കൊടുക്കാൻ എനിക്ക് എന്ത് വരുമാനം ഇവിടെ ഉള്ളത്? വരുമാനം അനീഷേട്ടനല്ലേ ഇവിടെ ഉള്ളേ. അപ്പൊ അനീഷേട്ടനല്ലേ അതെനിക്ക് തരാനുള്ളേ. അനീഷേട്ടന് ജോലിയൊന്നും ഇല്ലായിരുന്നെങ്കിലേ ഞാൻ നിർബന്ധിക്കില്ലായിരുന്നു. പക്ഷെ അനീഷേട്ടന് ഇപ്പൊ ജോലി ഉണ്ടല്ലോ. ഓ, അത് ശരി. എടി, 10 രൂപ സംഭാവന, ബാക്കി 5,000 അതെന്തിനാ? 5,000 തികയില്ല. എങ്കിലും 5,000 ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. എടി, ഇത് എന്തിനാണെന്ന് ആദ്യം പറയേ. ഓ, ഒന്നും അറിയാത്ത പോലെ. കല്യാണത്തിന് പോണെങ്കിലേ പുതിയ ഡ്രസ്സ് എടുക്കണ്ടേ? ബ്യൂട്ടി പാർലറിൽ പോയി ഫേസ് ഒക്കെ ഒന്ന് ഫേഷ്യൽ ചെയ്യണം. പെഡിക്യൂറും മാനിക്യൂറും ചെയ്യണം. കുടുംബത്തിലെ പെണ്ണുങ്ങളെല്ലാം വരുന്നതല്ലേ, കോലം കെട്ട് പോവാൻ പറ്റൂ? ഓ, എന്റെ മഞ്ജു, ഇപ്പൊ ഈ 15,000 രൂപ എന്റെ കയ്യിലില്ല. നിനക്കറിയാലോ, ജോലിക്ക് കയറിയിട്ട് ദിവസങ്ങളിലേ ആയിട്ടുള്ളൂ. ശമ്പളം വാങ്ങണമെങ്കിൽ മാസം ഒന്ന് തികയണ്ടേ? അനീഷയുടെ ശമ്പളം വാങ്ങുന്നവരെ കല്യാണം മാറ്റി വെക്കാൻ പറ്റൂ? പിന്നെ പണത്തിന് പണം തന്നെ വേണ്ടേ? 15,000 രൂപ നിന്ന നിപ്പിൽ ഞാൻ എവിടെ ഉണ്ടായിക്കൊണ്ട് വരാനാ? ശമ്പളം വാങ്ങിയില്ലെങ്കിലും അഡ്വാൻസ് വാങ്ങാലോ. അഡ്വാൻസോ? ആ, കുറച്ചു രൂപ അഡ്വാൻസ് ആയിട്ട് ഓഫീസിൽ ചോദിക്കണം. അല്ല, ഓഫീസിൽ എന്തിനാ ചോദിക്കുന്നത്? അഭിഷേകിനോട് ചോദിച്ചാ പോരെ? ഏയ്, അതൊന്നും ശരിയാവില്ല. അതെന്താ ശരിയാവാത്തത്? എടി, ജോലിക്ക് കയറി ഉടനെ ശമ്പളം മുൻകൂറായി ചോദിക്കാന്ന് വെച്ചാലേ അത് മോശമാ മഞ്ജു. മാത്രമല്ല, അത് നാണക്കേടാ. എന്ത് നാണക്കേട്? നാണക്കേട് വിചാരിച്ചിരുന്ന കാര്യം നടക്കൂ? ഞാൻ കള്ളം പറയുന്നതല്ല. ഓഫീസിൽ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് ഞാൻ മറന്നിട്ടുമില്ല. കുട്ടനെ കൊണ്ട് പാർക്കിൽ പോവാന്ന് ഞാൻ സമ്മതിച്ചത് കുട്ടന്റെ വാശിയൊന്ന് അടക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ദേവിക ഒന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് ദേവികയെ മനസ്സിലാവും. ദേവിക, കുട്ടനെ കൊണ്ട് പാർക്കിലേക്ക് വെക്കുള്ളൂ. ഓഫീസിലെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. അച്ഛാ, അത് പിന്നെ മോൾക്കൊരു ടെൻഷനും വേണ്ട. ഓഫീസിൽ ഋഷി ഉണ്ടല്ലോ, അവനെ കൊണ്ട് ഞാൻ റിപ്പോർട്ട് തയ്യാറായിക്കൊള്ളാം. സിദ്ധുവിനെ കെയർ ചെയ്യാനും അവനെ സന്തോഷിപ്പിക്കാനും ഇപ്പൊ ദേവിക്ക് മാത്രമേ കഴിയൂ. ദേവിക അതിന് പ്രാധാന്യം കൊടുത്താൽ മതി. ഓഫീസിലെ കാര്യങ്ങൾ ദേവികയുടെ അഭാവത്തിൽ ഞങ്ങൾ മാനേജ് ചെയ്തോളാം. റിപ്പോർട്ട് എപ്പോ വേണമെങ്കിലും തയ്യാറാക്കാമല്ലോ.
മലകെ നമുക്ക് പാർക്കിൽ പോവാം. വാ. ദേവിക്ക് അവന്റെ ആഗ്രഹം തന്നെ നടക്കട്ടെ. എങ്കിൽ ഞാൻ കുട്ടനെ കൊണ്ട് പാർക്കിൽ പോയ ശേഷം ഓഫീസിൽ വരാച്ച. അത് മതി മോളെ. അത് മതി, അത് മതി, അത് മതി. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. മോളെ സൂക്ഷിച്ചു പോണേ. ഷിദു, ആ കുരുത്തക്കേട് കാണിക്കരുന്നല്ലേ എനിക്കറിയാം. വാ. ശരി. എന്തായി? അവൾ അവനെയും കൂട്ടി പുറപ്പെട്ടോ? പുറപ്പെട്ടു. പാർക്കിലേക്ക് തന്നെയാണോ പോകുന്നത്? അതെ, പാർക്കിലേക്ക് തന്നെയാ പോകുന്നത്. സക്സസ്, സക്സസ്. എന്റെ പൊന്നു ചേട്ടാ, ചേട്ടന്റെ ബുദ്ധി ഞാൻ സമ്മതിച്ചു. എന്നാ പിന്നെ നമുക്ക് ഇറങ്ങാച്ചാ. പോവാം. അതിനു മുമ്പ് എനിക്കൊരാളെ വിളിക്കാനുണ്ട്. എല്ലാം ഓക്കെയാണ്. അഭിഷേകെ കൂടെ നിന്നോണം കേട്ടോ. ഞാൻ റെഡി. എന്നാ വാ നമുക്ക് പോവാം. ആ മായ, ഞങ്ങളൊന്ന് പോയിട്ട് വരാം. ദേവികയുടെ ഷോ ഇന്നത്തോടെ അവസാനിക്കണം. അത് അവസാനിച്ചിരിക്കും. ഞങ്ങളത് അവസാനിപ്പിക്കും. അല്ലടാ, നീ നോക്കിക്കോ. നീ വാണവനെ വാ.